പാലക്കാട് വാളയാറിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായിരുന്ന രാം നാരായണനെ ആൾക്കൂട്ടം തല്ലിക്കൊന്ന കേസിൽ 2 പേർ കൂടി പോലീസിന്റെ പിടിയിലായി. കോൺഗ്രസ് പ്രവർത്തകനായ വിനോദ്, CPM പ്രവർത്തകനായ ജഗദീഷ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഇവരുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. 4ാം പ്രതി ആനന്ദൻ CITU പ്രവർത്തകനാണെന്ന വിവരവും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. കേസിൽ 15ഓളം പ്രതികൾ ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാം നാരായണന്റെ മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി. ആജ്ഞ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ആജ്ഞ, ഇപ്പോൾ ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ടവരുണ്ട് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരിൽ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ സംഘപരിവാർ ബന്ധമൊക്കെ ആരോപിച്ച് മന്ത്രിയടക്കം രംഗത്ത് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസും CPM-ഉം CITU-യും ഒക്കെ ചേരുന്ന ഒരു സംഘം, അതിനിപ്പോൾ രാഷ്ട്രീയ ബന്ധമൊന്നുമില്ല, ആ സമയത്ത് തോന്നിയ പ്രകോപനത്തിൽ നടത്തിയ ഒരു മർദ്ദനം, തുടർന്ന് ഇയാൾ മരിക്കുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇത്ര ക്രൂരമായി കൃത്യങ്ങൾ നടത്തിയ ആളുകളെല്ലാവരും പിടിയിലായോ ഇപ്പോൾ? രഞ്ജിത്ത്, 15ഓളം പേരാണ് കേസിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളതെന്നുള്ളതാണ് പോലീസിന്റെ വിലയിരുത്തൽ. അങ്ങനെയാണ്. ആദ്യഘട്ടത്തിൽ കുറച്ചുപേരെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരും ഈ രാംനാരായണനെ മർദ്ദിച്ചവർ തന്നെയാണ് എന്നുള്ള വിമർശനവും പോലീസിനെതിരെ വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയാണ് പോലീസ്. അതുമാത്രമല്ല, ഈ 2 പേരെ കൂടി ഇന്നലെ 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ 4 പേർ BJP പ്രവർത്തകരും 4ാം പ്രതി ആനന്ദൻ എന്ന് പറയുന്ന ആൾ CITU പ്രവർത്തകനുമാണെന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. കാരണം ഇത് ബംഗ്ലാദേശ് സ്വദേശി ആയതുകൊണ്ടുള്ള സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ്, അജണ്ടയുടെ ഭാഗമാണ് എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി ഇന്നലെ ആരോപിച്ചത്. അതുപോലെ തന്നെ മന്ത്രി MP രാജേഷും അതേ ആരോപണം മുന്നോട്ട് വെച്ചത്. ബംഗ്ലാദേശികൾ കേരളത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ അവർ അല്ലെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളെല്ലാം കേരളത്തിലേക്ക് എത്തുന്നവരെല്ലാം ബംഗ്ലാദേശുകാരാണ് എന്നുള്ള ആരോപണത്തോടു കൂടി അവരെ ഇങ്ങനെ തച്ചുകൊല്ലുന്ന ഒരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യമുണ്ട്. അവരെ ലക്ഷ്യമിട്ട് ഇത്തരം ആക്രമണ പരമ്പര തന്നെ അഴിച്ചുവിടുന്ന സാഹചര്യം BJP-ക്കുണ്ട്. അത് BJP-യുടെ അജണ്ടയാണ്, സംഘപരിവാർ അജണ്ടയാണ് എന്നുള്ള ആരോപണമായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നും CPM-ന്റെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായത്. പക്ഷെ അത് പൊളിയുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ അറസ്റ്റിലായ ആനന്ദൻ എന്ന് പറയുന്ന 4ാം പ്രതി CITU പ്രവർത്തകനാണ്. അതുപോലെ ഇന്ന് അറസ്റ്റിലായിട്ടുള്ള 2 പേരാണ്. ഒന്ന് വിനോദ് എന്ന് പറയുന്ന കോൺഗ്രസ് പ്രവർത്തകനാണ്, മറ്റൊന്ന് CPM പ്രവർത്തകനായ ജഗദീഷ് എന്ന് പറയുന്ന ആളാണ്. ഈ 2 പേരെയും ഇന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അവരുടെ അറസ്റ്റ് ഉടൻ പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഛത്തീസ്ഗഡ് സർക്കാർ ഈ രാംനാരായണന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ 10 ലക്ഷം രൂപയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മൃതദേഹം ഏറ്റുവാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സാഹചര്യത്തിൽ ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങില്ല, 25 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു അവരുടെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള സാഹചര്യത്തിൽ എന്നുള്ള നിലപാടിൽ ഉറച്ചു നിന്നത്. അതേസമയം മന്ത്രി K. രാജൻ ഇടപെട്ട് നടത്തിയ ചർച്ചയിലാണ് അത് വീണ്ടും ആ ഒരു സമവായത്തിൽ എത്തുന്ന സാഹചര്യത്തിലുണ്ടായത്. അങ്ങനെയാണ് സംസ്ഥാന സർക്കാർ എത്ര രൂപ നൽകുമെന്നുള്ള കാര്യം മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി അറിയിച്ചത്. അതേപ്രകാരം ഇന്ന് 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ നൽകുകയും ഛത്തീസ്ഗഡ് ഗവൺമെന്റ് 5 ലക്ഷം രൂപയും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം കൂടുതൽ പേരെ ലക്ഷ്യമിട്ട് അന്വേഷണം തുടരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള, അതായത് കസ്റ്റഡിയിൽ എടുത്തവരുടെ വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് പറയുന്നുണ്ട്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവാനുണ്ട്. കാരണം നേരിട്ട് ഇദ്ദേഹത്തെ തല്ലി എന്നുള്ള, അല്ലെങ്കിൽ മർദ്ദിച്ചു എന്നുള്ള സാഹചര്യങ്ങളുണ്ട്. കൊല്ലാൻ തന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെയായിരുന്നു ഈ മർദ്ദനം അഴിച്ചുവിട്ടത്. കാരണം അത്രയും മാരകമായ മർദ്ദനമാണ് രാംനാരായൺ ഈ ആളുകളുടെ ഭാഗത്തുനിന്നും ഏൽക്കേണ്ടി വന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്. വിവിധ ആളുകൾ അല്ലെങ്കിൽ പ്രദേശവാസികളൊക്കെ മൊബൈലിൽ ചിത്രീകരിച്ചതിലുള്ള ദൃശ്യങ്ങൾ ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട് പോലീസ്. ഇതുമായി ബന്ധപ്പെട്ട് ഒളിവിലായിട്ടുള്ള, അതായത് കസ്റ്റഡിയിലെടുത്ത് ചില ആൾക്കാരെ പോലീസ് വിട്ടയച്ചിരുന്നു. അവരിൽ പലരും പിന്നീട് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോയി എന്നുള്ളതാണ് ആരോപണം. അതേസമയം പോലീസ് നൽകുന്ന, അതായത് സംശയം തോന്നിയ എല്ലാവരെയും നമുക്ക് കസ്റ്റഡിയിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല, അത് ഉറപ്പിക്കാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമെന്ന് അപ്പോഴെന്നായിരുന്നു വ്യക്തമാക്കിയിട്ടുള്ളത്. DYSP-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷണം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പേര് വരും ദിവസങ്ങളിലും അറസ്റ്റിലായേക്കാം. അതേസമയം നാട് വിട്ട ആൾക്കാരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ശ്രമത്തിലാണ്. അവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം തുടരുന്നുണ്ട്. വീട്ടുകാരെയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സാഹചര്യവുമുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് കൃത്യത്തിൽ നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള നാടുവിട്ട ആളുകളെയും തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. എന്തായാലും രാംനാരായണന്റെ കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങിയിട്ടുണ്ട്.
അദ്ദേഹം ഇവിടെ ജോലി അന്വേഷിച്ച് വന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഛത്തീസ്ഗഡ് സ്വദേശിയാണ് എന്ന് മാനിക്കാതെ അദ്ദേഹത്തെ തച്ചുകൊന്നു. ഇത് കേരളത്തിലേക്കുള്ള അതിഥി തൊഴിലാളികൾ എല്ലാവരും മോഷ്ടാക്കളാണ്, അതല്ലെങ്കിൽ എല്ലാവരും ഇത്തരത്തിൽ ഉപദ്രവകാരികളാണ് എന്നുള്ള ഒരു മുൻവിധിയോട് കൂടിയാണ് കേരളം അത്തരം ആളുകളെ കാണുന്നത് എന്നുള്ള വിമർശനവും ശക്തമാണ്. മാത്രമല്ല നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രബുദ്ധരാണ് എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഇത്തരം ആൾക്കൂട്ട കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടുന്നു. മധുവിനെ തച്ചുകൊന്ന സംഭവം അതിന് നാണക്കേട് മാറാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും അതേ സ്ഥലത്തു നിന്ന് തന്നെ അത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനത്തോടുകൂടി ഒരു മനുഷ്യൻ ഇല്ലാതാവുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. അത്തരം സാഹചര്യങ്ങൾക്കെതിരെ വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത്. കേരളത്തിന്റെ പ്രബുദ്ധതയെ ചോദ്യം ചെയ്യുന്ന, അല്ലെങ്കിൽ കേരളത്തിന്റെ സംസ്കാരത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ഇത് മാറുന്നു എന്നുള്ള വിമർശനവും ശക്തമായി വരികയാണ്. എന്തായാലും ആദ്യഘട്ടത്തിലൊക്കെ ഈ സംഘപരിവാർ രാഷ്ട്രീയം ആരോപിച്ചെങ്കിലും വരും ദിവസങ്ങളിലൊക്കെ ഇത് പൊളിയാനുള്ള സാധ്യത ഏറെയാണ്. പ്രത്യേകിച്ചും കോൺഗ്രസുകാരുടെയും CPM-കാരുടെയും ഒക്കെ ഇൻവോൾവ്മെന്റ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങളിൽ അത്തരം അറസ്റ്റുകൾ ഉണ്ടാകാം. ഇത് ആൾക്കൂട്ടമർദ്ദനം എന്നുള്ള തരത്തിലാണ് പോലീസ് കേസെടുത്തതെന്ന് കഴിഞ്ഞ ദിവസം ഈ പോലീസ് പറഞ്ഞിരുന്നതാണ്. തീർച്ചയായും മറ്റൊരു കാര്യം, ഈ ഒരു പറഞ്ഞു നിസ്സഹായനാണ് കൊല്ലപ്പെട്ടത്, കേരളത്തിൽ ഒരുപാട് നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനെ തുടർന്ന് ഇയാളുടെ കുടുംബത്തിന് ആശ്വാസം നൽകുന്ന തരത്തിലുള്ള എന്തെങ്കിലും നടപടികൾ ഇതിനകം സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? തല്ലിക്കൊല്ലുക എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വ്യാപ്തി വളരെ വലുതാണ്. ആ കുടുംബം അനാഥമായ ഒരു സാഹചര്യമൊക്കെയുണ്ട്. മറ്റെന്തൊക്കെ നടപടികൾ നമ്മുടെ ഭരണാധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇതിനകം ഉണ്ടായിക്കഴിഞ്ഞു? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ആജ്ഞയ്ക്ക് ലഭ്യമാകുന്നുണ്ടോ? രാംനാരായണന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുടുംബം ഏറ്റുവാങ്ങി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല 10 ലക്ഷം രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ സംസ്ഥാന സർക്കാർ രാംനാരായണന്റെ കുടുംബത്തിന് നൽകുക. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് രാംനാരായണന്റെ മൃതദേഹത്തിന് പോസ്റ്റ്മോർട്ടം നടക്കുന്ന തൃശൂർ മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന് തന്നെയാണ് ബന്ധുക്കളുടെ തീരുമാനം. 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം. രാംനാരായൺ മറ്റൊരു മാനസികാവസ്ഥയിൽ നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം നാട്ടിലേക്ക് വന്നതും ജോലി അന്വേഷിച്ച് വന്നതുമൊക്കെ എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചതിലെ കുടുംബത്തിന്റെ അത്താണിയായ ഒരാളാണ് ഇല്ലാതായിരിക്കുന്നത്. ആ ഒരു സാഹചര്യം അവർക്ക് ഫുൾഫിൽ ചെയ്യേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കണം എന്ന് തന്നെയായിരുന്നു കുടുംബം ആവശ്യപ്പെട്ടിരുന്നതും. അങ്ങനെയാണ് 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാതെ കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നുള്ള നിലപാടിലെത്തിയത്. അതേസമയം അത് റവന്യൂ മന്ത്രി രാജന്റെ നേതൃത്വത്തിലുള്ള നടത്തിയ ചർച്ചയിലാണ് സമവായം ആയതും. അതേ തുടർന്ന് കുടുംബം മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അതിന് 10 ലക്ഷം രൂപ നൽകുകയും അതുപോലെ ഛത്തീസ്ഗഡ് സർക്കാർ 5 ലക്ഷം രൂപ നൽകുകയും ചെയ്യുമെന്നാണ് നിലവിൽ അറിയുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമായി അത് മാറുകയുണ്ടായി. ഇപ്പോൾ മനസ്സിലാക്കുന്നത് കൂടുതൽ ആളുകൾ 2 പേർ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നുണ്ട്. പാലക്കാട്ട് വാളയാറിലാണ് കേരളത്തെ തലകുനിപ്പിച്ച ഈ സംഭവം ഉണ്ടായത്. അന്യസംസ്ഥാന തൊഴിലാളിയായ രാംനാരായണനെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലുകയായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകനായ വിനോദ്, CPM പ്രവർത്തകനായ ജഗദീഷ് എന്നിവരാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായതായി വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കണം. ഈ CITU ബന്ധമുണ്ട്. CPM, കോൺഗ്രസ്, ഒപ്പം BJP, അങ്ങനെ നിരവധി എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഉൾപ്പെട്ട ആളുകൾ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രതികളാണ് എന്നുള്ളതാണ് ഗൗരവതരമായ കാര്യം. രാംനാരായണന്റെ മൃതദേഹം ഇതിനിടെ ആദ്യമൊക്കെ മൃതദേഹം ഏറ്റുവാങ്ങാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മൃതദേഹം ഏറ്റുവാങ്ങിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.